ഹലോ എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആഷ്ന. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്തെല്ലാം യോഗ്യതയുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപ് തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഇതുവരെയായിട്ടും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ PSCക്ക് ട്രൈ ചെയ്യുന്നവരെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഏറ്റവും ബേസിക് ലെവലിന് വേണ്ടിയിട്ട് ഒരു ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കോഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ എന്താണോ പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആദ്യമേ തന്നെ നൽകിക്കൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അതായത് ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കേണ്ട ക്ലാസ്സുകൾ, അതിന്റെ PDF നോട്ട്സ്, അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ആ പഠിച്ചത് നിങ്ങൾക്ക് സ്വയം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി എക്സാം. മറ്റൊരു ആപ്ലിക്കേഷനേക്കാൾക്ക് നമ്മൾ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് ഡെയിലി എക്സാമും അതുപോലെ മെന്റർഷിപ്പ്. നിങ്ങൾക്ക് പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കാമെന്ന വാഗ്ദാനമായിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സായിട്ട് വന്നിരിക്കുന്നത്. ലൈവ് ക്ലാസ്സുകളും ആ ക്ലാസ്സുകളുടെ റെക്കോർഡ് സെഷൻസും മാത്രമായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൂടാതെ ഡെയിലി എക്സാമിന്റെ കൂടെ തന്നെ ഓരോ 5 ദിവസം കൂടുമ്പോഴും അതിന്റെ മെഗാ എക്സാം, അതായത് 5, 10, 15, 20 അല്ലെങ്കിൽ നമ്മളൊരു 30 ഡേയ്സ് 2 സെഷനിലാണ് നമ്മൾ പോകുന്നത്. 30 ഡേയ്സ് കൂടുമ്പോൾ മെഗാ എക്സാമും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ്, സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് സെഷൻസ്, മോട്ടിവേഷൻ സെഷൻസ്, നിങ്ങൾക്ക് സ്പെഷ്യൽ എക്സാം എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ലൈവ് റിവിഷൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്ത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. നമുക്കറിയാം ഓൾറെഡി ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2021 നോട്ടിഫിക്കേഷൻ വന്നത്. ഇനി നമ്മൾ അടുത്ത ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വർഷമാണ്, 2025 നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പം 2025 നമുക്കറിയാം സാധാരണയായിട്ട് നമുക്ക് PSC പരീക്ഷ എഴുതാനായിട്ട് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. ഈ ജനറൽ കാറ്റഗറി കൂടാതെ ഇപ്പൊ OBC ഉണ്ട്. നിങ്ങളൊരു OBC കാറ്റഗറിയിൽ വരുന്ന ആളാണെങ്കിൽ പ്ലസ് 3 ഇയർ അതായത് 3 വർഷം ഏജ് റിലാക്സേഷൻ. അപ്പൊ എത്രയാ, 39 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം, OBC കാറ്റഗറി ആണെങ്കിൽ. ഇനി നിങ്ങളൊരു SC ST കാറ്റഗറി ആണെങ്കിൽ 36 പ്ലസ് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ എത്ര വയസ്സ്, 41 വയസ്സ് വരെ നിങ്ങൾക്ക് അതിന് അപേക്ഷിക്കാം. ഓക്കെ, ഇനി ഈ അതായത് എല്ലാവർക്കും സംശയമാണ്, നോട്ടിഫിക്കേഷൻ വന്ന് നമുക്ക് പരീക്ഷ എഴുതുന്ന സമയത്ത് 39 വയസ്സായി എന്ന് വിചാരിക്കേ, നിങ്ങൾക്ക് അല്ലെങ്കിൽ 40 വയസ്സായെന്ന് വിചാരിക്കേ, ആ സമയത്ത് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. അതെല്ലാം നമുക്ക് എല്ലാവർക്കും പൊതുവെയുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് നോട്ടിഫിക്കേഷൻ വരികയാണ് 2025 ഡിസംബർ 2-ാം തീയതി ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരികയാണെന്ന് വിചാരിക്കാം. ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ 39 വയസ്സാണ് എങ്കിൽ ആ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി പരീക്ഷ നടത്തുന്നത് 2026 എന്താ പറയുന്നത്, ഒരു ജനുവരി അല്ല, ഒരു ഓഗസ്റ്റ് മാസമാണ് എങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ഒരു 40 വയസ്സായെങ്കിൽ അത് വിഷയമല്ല. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് അതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഏജ് ഈ ഒരു രീതിയിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എത്ര വയസ്സുണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്കറിയാം ഇത് ജില്ലാ തലത്തിലുള്ളൊരു പോസ്റ്റാണ്. ഓരോ ജില്ലയിലേക്കുമായിരിക്കും ഇതിന്റെ എന്ത് വരുന്നത്, യോഗ്യത അല്ലെങ്കിൽ അതിന്റെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി കുറച്ച് പേർക്ക് ഡൗട്ടാണ് എത്ര യോഗ്യതയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. ഇവിടെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ഏജ് കൊടുത്തിട്ടുണ്ട്. അതായത് 85-നും 2003-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതായത് 85-ഉം ആയിക്കോട്ടെ 2003-ഉം ആയിക്കോട്ടെ. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ എത്ര വരുന്നുണ്ട്, അതായത് ഫെബ്രുവരി 1985-ഉം 2003-ന്റെ ഇടയിൽ ജനിച്ചവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. SC ST-കാർക്ക് അതുപോലെ OBC-കാർക്ക് 3 വർഷം, SC ST-കാർക്ക് എത്രയാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ ഇതിന്റെ യോഗ്യത എന്താന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും കൂടുതലായിട്ടും ഉദ്യോഗാർത്ഥികൾ നമുക്ക് മെസ്സേജ് വരുന്നത്.
നിങ്ങൾ ശ്രദ്ധിക്കേ, നിങ്ങളൊരു 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ 10th എഴുതി കിട്ടിയിട്ടുണ്ട്, പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അപേക്ഷിക്കാം. ഓക്കെ, +2 ഉണ്ട്, അപേക്ഷിക്കാവോ? അപേക്ഷിക്കാം. ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാവോ? അപേക്ഷിക്കാം. PGക്കാർക്ക് അപേക്ഷിക്കാവോ? അപേക്ഷിക്കാം. ഡിഗ്രി, PG, +2 ഏത് ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാടാ, നമ്മൾ ഈ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ താഴെയായിട്ട് ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ നിന്ന് കയറിയിട്ട് നിങ്ങൾക്ക് എന്താണ് സംശയം എന്നുള്ളത് ഒന്ന് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ കോഴ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. കോഴ്സിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് AZB അക്കാഡമി ഡൗൺലോഡ് ചെയ്ത് ഫോൺ നമ്പറും OTPയും വെച്ചിട്ട് ഒന്ന് ലോഗിൻ ചെയ്തതിന് ശേഷം സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കോഴ്സ് കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ബൈ നൗ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.